ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വൈകുന്നേരം 4 മണിയാവാനായി സമയം. ഉച്ചയ്ക്ക് ശേഷം ചോറും കഴിച്ച് ഇങ്ങനെ ഉറക്കം വന്ന് വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു സ്ഥലം കണ്ടോ? ഇത് ഉഴിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണേ. നമ്മുടെ പേടക ഇവിടെ വെച്ചിട്ടുണ്ട്. ഉഴിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്താണിത്. അങ്ങ് താഴേക്ക് നല്ല ഇങ്ങനെ ഇറക്കാണേ. അപ്പം മലകൾ ഇങ്ങനെ നല്ല രസമാണ് ഈ സ്ഥലം. രാവിലെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മഞ്ഞുണ്ടാവും ഇവിടെയൊക്കെ, ഇങ്ങനെ പൊളിയാണ്. അപ്പോൾ ചെറിയൊരു കറക്കം വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാൾ മുമ്പ് ഈ ഒരു സ്ഥലത്ത് മൊത്തം റബ്ബറായിരുന്നു. ഇങ്ങനെ താഴേക്ക് റബ്ബർ ഇങ്ങനെ നിരന്ന് നിൽക്കുമായിരുന്നു. എന്നിട്ട് ആ റബ്ബറൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് JCB കൊണ്ട് മണ്ണെടുത്തിട്ട് ഓരോ തട്ടുകളാക്കി ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അവിടെ കൃഷി ചെയ്യാനായിരിക്കണം. ഇപ്പോൾ ഇവിടെ വാഴയൊക്കെ കാണുന്നുണ്ട്, വേറൊന്നും കാണുന്നൊന്നുമില്ല. നല്ല കൃഷിയൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാക്കി മാറ്റിയിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ കുന്നായിരുന്നു ഇവിടെ. ഉമ്മർപ്പൊയിൽ ടൗണ് എത്തുന്നതിന് കുറച്ച് മുന്നിലായിട്ട് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടേ. ഉഴിച്ചി കയറ്റം കയറിയാടുള്ളൊരു സ്ഥലമാണ്. ഇത് കണ്ടോ വ്യൂ? മൊത്തം മലകളും കുറേ ടവറുകൾ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 ടവർ അവിടെ നിരന്ന് നിൽക്കുന്നുണ്ട്. അടിപൊളി. ഇവിടെ രാവിലെ നല്ല അടിപൊളിയാണേ. മഞ്ഞിങ്ങനെ ആ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ മേലേക്ക് കയറി വരുന്ന മഞ്ഞുകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. സൂപ്പർ സ്ഥലമാണ് രാവിലെയൊക്കെ കാണാൻ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്താൽ 3G ആവും. ഞാൻ കോട്ടൊന്നും എടുത്തിട്ടില്ല. ഞാനിപ്പോൾ ഈ ക്യാമറയുടെ മൈക്ക് ഈ ഹെൽമെറ്റിൻ്റെ അടിയിൽ വശത്താണ് വെച്ചിട്ടുള്ളത്. എൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് തമ്പുരാനറിയാം. ഇവിടെയൊക്കെ മൊത്തം മരങ്ങളാണ് ഇട്ടുണ്ടായത്. മരങ്ങളൊക്കെ മുറിച്ചിട്ട് എല്ലാം കരിച്ചു കളഞ്ഞു. ഇപ്പോൾ മൊത്തം താഴ്വരകൾ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ പുതിയൊരു വീട് വെച്ചതാണിപ്പോൾ. മഴക്കാറായതുകൊണ്ട് വെയിലില്ല, അതുകൊണ്ട് നിൽക്കാൻ നല്ല സുഖമുണ്ട്. കാറ്റടിക്കുന്നുണ്ട് ഇടക്കിടക്ക്. അവിടെയൊക്കെ വീടുണ്ട് കേട്ടോ. അത് അവിടെ അങ്ങ് ദൂരെയായിട്ട് ഇങ്ങനെ മലനിരകൾ കാണാം കേട്ടോ. അതൊക്കെ ഏത് സ്ഥലമാണോ ആവോ. ഇതാണ് നമ്മുടെ പാടിച്ചാൽ ടൗണ്. ഈ കാണുന്നതാണ് കേട്ടോ ബസ് സ്റ്റാൻഡ്. പാടിച്ചാൽ ബസ് സ്റ്റാൻഡ് എന്ന് പറയാനായിട്ടൊന്നുമില്ല. ബസ് കയറും, ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അത്രേ ഉള്ളൂ. ബസ് കയറിയിട്ട് ഇറങ്ങിപ്പോവും. അത്യാവശ്യം വലിയ ടൗണാണ് കേട്ടോ നമ്മളെ പാടിച്ചാൽ. കുറേ സ്ഥലത്തുള്ള ആൾക്കാർ ഒത്തുകൂടുന്നൊരു ടൗണാണ് ഈ പാടിച്ചാൽ എന്ന് പറയുന്നത്. തട്ടുമ്മൽ, പിന്നെ കൊല്ലാട, കമ്പല്ലൂർ, കരിപ്പോട്, ഞെക്കളി, കടാങ്കുന്ന്, ഇതൊക്കെ സ്ഥലപ്പേരുകളാണ് കേട്ടോ. നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള സ്ഥലപ്പേരുകളാണ്. പിന്നെ വയക്കര, ഉമ്മറപ്പൊയിൽ, വങ്ങാട്, പൊന്നമ്പയൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വരുന്ന ഒരു ടൗണാണ് നമ്മുടെ ഈ പാടിച്ചാൽ. മച്ചി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു ഫുട്ബോൾ ടർഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇടയ്ക്ക് പിള്ളേരൊക്കെ കളിക്കുന്നതാണോ. ഈ റോഡ് പയ്യന്നൂർ ചെറുപുഴ റോഡാണ് കേട്ടോ. നേരെ പോയാൽ നമ്മുടെ ചെറുപുഴ, പുളിങ്ങോം, കോഴിച്ചാൽ, രാജഗിരി, ജോസ്ഗിരി ആ ഭാഗത്തേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും.
ഈ ബിൽഡിംഗ് കണ്ടോ, ഇതായിരുന്നു നമ്മുടെ പഴയ ടാക്കീസ് കേട്ടോ. തിയേറ്ററാണ് ഇത്, തിയേറ്റർ. AK സിനി പാലസ് പറഞ്ഞിട്ടുള്ളൊരു തിയേറ്ററാണ് നമ്മുടെ ചെറുപുഴ. അത് പിടിച്ച് പൊളിച്ചു, വേറെന്തോ ആക്കാറായി. അവിടെ ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല സിനിമക്ക്. എല്ലാവരും പയ്യന്നൂർ, ആലക്കോട് ആ ഭാഗത്തേക്ക് പോവുള്ളൂ. ഇവിടെ സിനിമ ഇറങ്ങിയിട്ടൊരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും പയ്യന്നൂർ, ആലക്കോടൊക്കെ പോയിട്ട് എല്ലാവരും സിനിമ കാണും. അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊന്നും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തിയേറ്റർ അടച്ചു പൂട്ടിപ്പോയി. ഇവിടെ നിർത്തിയിട്ടൊരു പാലം കാണിച്ചു തരാം ഞാൻ. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം ചെറുപുഴ ടൗണിൻ്റെ നേരെ ബാക്ക് വശത്താണ് കേട്ടോ. ഈ റോഡ് കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ നമ്മുടെ ചെറുപുഴ ബസ് സ്റ്റാൻഡാണേ. ബസ് സ്റ്റാൻഡിൻ്റെ അതിലൂടെ പോകുന്ന റോഡാണിത്. ഈ ഒരു സൈഡ് നല്ല പാർക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആവുന്ന സമയത്ത് ഇവിടെ പിള്ളേരും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഒരു ഊഞ്ഞാലുണ്ട്, പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാൻ പറ്റുന്ന ഈ സാധനത്തിൻ്റെ പേര് മറന്നു കഴിഞ്ഞാൽ അതുണ്ട്. പിന്നെ ഇരിക്കാനൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേര സമയത്ത് ഈ ഒരു പുഴയുടെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണേ. ഇവിടെ തന്നെ ഒരു മരത്തിൻ്റെ തൂക്കുപാലമുണ്ട്. കുറേ വർഷം പഴക്കമുള്ള പാലാണ്. നമുക്കതിൻ്റെ മുകളിലേക്ക് കയറാം. മരത്തിൻ്റെ പാലാണ് കേട്ടോ. എൻ്റെ പൊന്നേ, ഇതിങ്ങനെ കുലുങ്ങും കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത്. അയ്യവാ പൊളിച്ച്. നോക്കിക്കേ. നമ്മുടെ തേജസ്വിനി പുഴയാണ് കേട്ടോ ഇത്. നല്ല നീല കളറ് വെള്ളമാണ് ഇപ്പോൾ ഉള്ളത്. നല്ല അടിപൊളി വ്യൂ അല്ലേ ഇവിടുന്ന്. ഇത് പൊളിയാണ് കേട്ടോ. ഈ ഒരു തൂക്കുപാലം പഴയ പാലാണ്. അയ്യവാ പൊളിച്ച്. ഇതിൻ്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ താഴത്തെ വെള്ളം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. നല്ല ഗ്യാപ്പ് ഉണ്ട്. ഇവിടുത്തെ ഒരു പലക പറഞ്ഞു പോയിട്ടുണ്ട്. ദൈവമേ, നോക്ക് അമ്മ. ഇതാ പുഴയുടെ അടിത്തട്ടൊക്കെ ചെറുതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. നല്ല ക്ലിയർ വെള്ളമാണ്. ഫോണെങ്ങാനും ഇവിടെ നിന്ന് വീണാൽ പിന്നെ തീർന്ന്, ഒന്നും നോക്കേണ്ടി വരില്ല. സൂര്യൻ കറക്റ്റ് എവിടെയുള്ളത്. ഈ സൂര്യ. കുറേ സ്ഥലത്തെ പലകകളൊക്കെ ഇങ്ങനെ ദ്രവിച്ച് പോകാറായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പലകയൊക്കെ കണ്ടോ, മൊത്തം ഇങ്ങനെ പോകാനായി. ദൈവമേ, എങ്ങനെ വിശ്വസിച്ച് ഇതിനകത്ത് കയറും? എത്ര ആൾക്കാർ പോകുന്നറിയോ? ഈ ഒരു ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇക്കരെയുള്ള ആൾക്കാരൊക്കെ ഈ ഒരു പാലം ഉപയോഗിച്ചിട്ടാണ് പോകുന്നത്. അപ്പുറം വണ്ടി പോകാനൊക്കെ ഉള്ള പാലമുണ്ട്. ആ കാണുന്നതാണ് പാലം, വണ്ടി പോകുന്ന പാലം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വെള്ളം കുറവാണ് കേട്ടോ. ആ സൈഡിലൊക്കെ വെള്ളം കുറവാണ്. മഴക്കാലമൊക്കെ നല്ല ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്ത് വെള്ളം ഈ ഒരു പാലത്തിനൊക്കെ മുട്ടാറുണ്ട്. അത്രയും ഉയരത്തിൽ വെള്ളം കയറാറുണ്ട് ഈ ഒരു പുഴയിൽ. ഇവിടെ ഒരു ബ്രോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറം എത്തി ഗൈസ്. ഈ നടക്കുന്ന സമയത്ത് ഇങ്ങനെ താഴേക്കും മേലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. വൈബ്രേഷൻ അടിക്കുന്ന പാലാണ്. പൊളിയാണേ, പൊളി. ഒരു രസമാട്ടോ ഇതിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ആയതുകൊണ്ട് അധികം വെയിലിൻ്റെ ചൂടൊന്നും ഇല്ലാത്ത സമയത്ത് നടക്കാൻ നല്ല രസമാണ്. ദേ ഇപ്പോൾ ഒരു ഫാമിലി വന്ന് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ പോയി. അങ്ങനെ കുറേ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലമാണ്. കുറേ കപ്പിൾസിനൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല പ്രൈവസി കിട്ടുന്ന സ്ഥലമാട്ടോ ഈ ഒരു പാർക്ക്. അധികം ആരും ശല്യം ചെയ്യാനും ആൾക്കാരൊന്നും വരില്ല. അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു പാർക്കിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. വലിയൊരു ഇതൊന്നുമുള്ള പാർക്കല്ല, ചെറിയൊരു ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി പറ്റിയൊരു പാർക്ക്, അത്രേ ഉള്ളൂ കേട്ടോ. 2 ഊഞ്ഞാലുണ്ട്. പിന്നെ ഈ സാധനം പിന്നെ സീസോ അങ്ങനെ എന്തോ അല്ലേ പറയുന്നത്, സീസോ അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഗൂഗിളൊന്നും തപ്പി നോക്കാനൊന്നും എനിക്ക് വയ്യ. ഇവിടെ മൊത്തം ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട് കേട്ടോ. കമ്പിയുടെ വേലി വെച്ചിട്ട് നല്ലതാണ്. ചെറിയ പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന ഫാമിലിയൊക്കെ ആണെങ്കിൽ സേഫാണല്ലോ ഇത്. ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് കാണാൻ അത്ര സുഖമില്ല പുഴ. വെള്ളം ഇങ്ങനെ കയറി നിൽക്കുന്ന സമയത്ത് നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്.
അവിടെ താഴെ ഒരു പക്ഷിയൊക്കെ എന്തോ കൊത്തി തിന്നുന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടാവും, മീനായിരിക്കും. മീൻ ചെറിയ മീനുകളൊക്കെ ഉണ്ടാവും. ഈ ഒരു ഏരിയയിലൊക്കെ വെള്ളം കയറുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് കാണാം. മഴക്കാലത്ത് അതൊക്കെ മൂടി ഇങ്ങനെ മുകളിലേക്ക് വരും വെള്ളം. പിന്നെ ഇവിടെ ചെറിയ കുട്ടിയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റിയ ഈ സാധനമുണ്ട്. പിന്നെ ഇരിക്കാൻ കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോകാൻ വയ്യ. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഊഞ്ഞാലിലും കൂടി കയറി കുറച്ചൊന്ന് ആടാന്ന് വിചാരിച്ചാണേ. പക്ഷെ അത് തമ്മിലേ കൂട്ടി ഇടിച്ചിട്ട് ആടാൻ വേണ്ടി പറ്റണില്ല. ഇത് കണ്ടോ, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതിന് കൂട്ടി ഇങ്ങനെ ഇടിക്കുക, ഒരയുന്നുണ്ട് അതിന്. അത് മുകളിൽ മാറ്റാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷെ അത് മാറണില്ല. എന്ന് വെറുതെ വേണ്ടാത്ത പണിക്ക് പോകണ്ടല്ലോ. ഊഞ്ഞാലവിടെ കിടക്കട്ടെ. ആ ഒരു കമ്പിപ്പാലത്തിൻ്റെ അത് നിൽക്കുന്ന കമ്പി ഇങ്ങനെ വലിച്ചു കെട്ടിയ കമ്പി കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ, എത്ര പഴക്കം ഉണ്ടാവുമല്ലോ ഈ ഒരു കമ്പിക്കൊക്കെ. അത് ഈ ഒരു ഫില്ലർ പോലെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് അതിന് ആണി കൊണ്ട് അടിച്ചിട്ട് അതിലേക്ക് ആ കമ്പി വലിച്ചു കെട്ടിയിട്ടാണുള്ളത് കേട്ടോ. ഏതായാലും പൊളി. നമുക്ക് ആ വണ്ടി പോകുന്ന പാലത്തിൻ്റെ അതിലേക്ക് പോവാം കേട്ടോ. ആ പാലത്തിൻ്റെ ഇതാണ് കേട്ടോ വണ്ടി പോകുന്ന പാലം. ഹായ് പട്ടിക്കുട്ടി. നമ്മൾ പാലത്തിൻ്റെ ഇപ്പുറം വന്നു. അതാണ് നമ്മളിപ്പോൾ വന്ന പാലം. ഇത് കണ്ടോപ്പാ ആ ഒരു പുഴയുടെ വ്യൂ. അതാണ് നമ്മൾ പോയ പാർക്ക്. അയവ പൊളിച്ച്. ഇതാണ് കേട്ടോ വണ്ടി പോകുന്ന പാലം. ഈ ഒരു പാലം ആക്കി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല കേട്ടോ. 2017 ഈ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. പാലത്തിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ ഒരു വായനശാല പാർക്ക് ഉണ്ട് കേട്ടോ. അവിടെ 2 പേര് ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ വയ്യ. ഇതുണ്ടോ പുഴയുടെ വ്യൂ. അടിപൊളിയല്ലേ? ആ ഒരു വെള്ളത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? അയ്യവ പൊളിച്ച്. ഹായ്. ഇതെവിടെ ഒരു പട്ടിക്കുട്ടി ഇരിപ്പുണ്ട്, നല്ല കറുത്ത പട്ടിക്കുട്ടി. ഹായ്. ഇവിടെ ഒന്നും വെള്ളം തീരെ ഇല്ല കേട്ടോ. പാറകളൊക്കെ മൊത്തം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതവിടെ അങ്ങ് 2 പേര് കുളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോകാൻ വയ്യ. വെറുതെ എന്തിനാ കുളിസിയും വീഡിയോ എടുക്കുന്നത്? 2 ആണുങ്ങൾ കുളിക്കുന്നുണ്ട് അവിടെ. ചുക്ക് 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 ചുക്ക്.
പോട്ടടാ കുട്ട, പോട്ടടാ കുട്ട, പോട്ടെ പോട്ടെ, ടാറ്റാ. ചെറുപുഴ ബസ് സ്റ്റാൻഡ് ഏരിയ ആണ് കേട്ടോ ഇത്. ഇതാണ് നമ്മുടെ ചെറുപുഴ ബസ് സ്റ്റാൻഡ്. പോലീസ് വൈകുന്നേരം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റം ചുറ്റുവാണല്ലോ. നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോവാം കേട്ടോ. പെട്രോൾ കുറവാ. $250 അടിച്ചു. ഗൈസ്, ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണേ. മഴ മിക്കവാറും ഇപ്പോൾ പെയ്യും. ക്യാമറ വാട്ടർ പ്രൂഫ് അല്ല, പണിയാവും. വെറുതെ എന്തിനാ വേണ്ടാത്ത പണി എടുക്കണേ. അപ്പോൾ ഈ ചെറിയൊരു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം. വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് കൂടി ചെയ്യാം. നമുക്ക് അടുത്തൊരു യാത്രാ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും പെട്ടെന്ന് പോ കാറേ. അപ്പോൾ അതുവരേക്കും സൈനിങ് ഔട്ട് ബൈ വെറൈറ്റി വീൽസ്. Bye bye guys.